2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം മുഴുവനായി നോക്കുമ്പോൾ ഇതൊരു സാധാരണ വേൾഡ് കപ്പ് അല്ലെന്നത് വ്യക്തമാണ്. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, അതായത് ഓരോ ഗ്രൂപ്പിനും മത്സരത്തിന്റെ തീവ്രത വേറിട്ട ലെവലായിരിക്കും. പഴയ കാലത്തെ പോലെ ഒരു ഗ്രൂപ്പിൽ 2 വലിയ ടീമുകൾ, ബാക്കി 2 ചെറിയ ടീമുകൾ എന്ന സമവാക്യം ഇനിയില്ല. ഓരോ ഗ്രൂപ്പിലും കുറഞ്ഞത് ഒരു അൺപ്രഡിക്റ്റബിൾ ടീം എങ്കിലും ഉണ്ടാകും. അതാണ് ഈ വേൾഡ് കപ്പിനെ അപകടകരവും ആവേശകരവുമാക്കുന്നത്. സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എല്ലായിടത്തു നിന്നും വന്ന ടീമുകൾ ഇനി എക്സ്പീരിയൻസ് മാത്രമല്ല ഹങ്കർ കൊണ്ടും കളിക്കും. ആഫ്രിക്കൻ ടീമുകൾ ഈ ലോകകപ്പിൽ വലിയ സർപ്രൈസ് നൽകാൻ സാധ്യതയുള്ളവരാണ്. മൊറോക്കോ, സെനഗൽ, നൈജീരിയ പോലെയുള്ള ടീമുകൾക്ക് ഇനി അണ്ടർഡോഗ് സ്റ്റാറ്റസ് ഇല്ല. ഫിസിക്കൽ സ്ട്രെങ്ത്, ടാക്ടിക്കൽ ഡിസിപ്ലിൻ, കൗണ്ടർ അറ്റാക്സ് ഇവ വലിയ ടീമുകളെ പോലും വലക്കും. ഒരു വലിയ യൂറോപ്യൻ ടീം ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഇവർക്ക് മുന്നിൽ സ്റ്റെക്കാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ ടീമുകൾ, ജപ്പാൻ, സൗത്ത് കൊറിയ, സൗദി അറേബ്യ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള ടീമുകൾ സ്പീഡ്, വർക്ക് റേറ്റ്, ഫിയർലെസ് മൈൻഡ് സെറ്റ് എന്നിവ കൊണ്ട് ലോകകപ്പിൽ പുതിയ കഥകൾ എഴുതാൻ ഇവരും തയ്യാറാണ്. യൂറോപ്യൻ ഗ്രൂപ്പുകൾ നോക്കിയാൽ ഏറ്റവും വലിയ ഭീഷണി കൺസിസ്റ്റൻസിയാണ്. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, സ്പെയിൻ പോലുള്ള ടീമുകൾ ഫേവറിറ്റ്സ് ആണെങ്കിലും ഗ്രൂപ്പ് സ്റ്റേജിൽ സ്ലോ സ്റ്റാർട്ട് ചെയ്തെടുത്താൽ കാര്യങ്ങൾ പെട്ടെന്ന് കൈവിട്ടു പോകും. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പെർഫെക്റ്റ് ആയിരിക്കും. 2018 ജർമ്മനി പുറത്തായതും 2022 ബെൽജിയം ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ എക്സിറ്റ് എടുത്തതും എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതുപോലെ 2026 ഒരു വലിയ ടീമിന് ഷോക്ക് എക്സിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ റിയലാണ്. സൗത്ത് അമേരിക്കയിൽ നിന്ന് അർജന്റീന, ബ്രസീൽ ഉറച്ച ഫേവറേറ്റ്സ് ആണെങ്കിലും യുറോഗ്വേ, കൊളംബിയ പോലുള്ള ടീമുകൾ നോക്കൌട്ടിലെത്തിയാൽ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. എസ്പെഷ്യലി കൊളംബിയ. അവരുടെ ഇമോഷൻ ഫുട്ബോളും ഡിസിപ്ലിനും ചേർന്ന് വലിയ ടീമുകളെ തളർത്താൻ കഴിയും. ഗ്രൂപ്പ് സ്റ്റേജിൽ ടോപ്പ് സ്പോട്ട് പിടിക്കാതെ സെക്കൻഡ് പ്ലേസ് ആയി വന്നാൽ റൗണ്ട് ഓഫ് 32 തന്നെ ഒരു വലിയ ബോംബ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ വേൾഡ് കപ്പിലെ ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ് റൗണ്ട് ഓഫ് 32 ആണ്. അതായത് നോക്കൌട്ട് നേരത്തെ തുടങ്ങും. ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു ചെറിയ സ്ലിപ്പ് പോലും നോക്കൌട്ട് ഓപ്പോണന്റിനെ കൂടുതൽ ശക്തമാക്കും. ഈസി റൂട്ട് എന്നത് ഇനിയില്ല. എല്ലാ മാച്ചും കടന്നു പോകുന്നത് ഡേഞ്ചർ സോണിലൂടെയാണ്. മിക്കവാറും ഈ ലോകകപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു വലിയ യൂറോപ്യൻ ടീം പുറത്താകാൻ സാധ്യതയുണ്ട്. ഒരു ആഫ്രിക്കൻ ടീം ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തും. ഒരു ഏഷ്യൻ ടീം റൗണ്ട് ഓഫ് 16 കടക്കും. ഈ ലോകകപ്പ് ഫേവറേറ്റ്സിന്റെ മാത്രം കഥയാകില്ല. അണ്ടർഡോഗ്സിന്റെ ശബ്ദം ലോകം കേൾക്കും. 2026 വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ പവർ ബാലൻസ് മാറ്റാൻ പോകുന്ന ഒരു ടൂർണമെന്റ് ആണിത്. ഹിസ്റ്ററി മാറും, പുതിയ ഹീറോകൾ പിറക്കും, ചില വലിയ പേരുകൾക്ക് അവസാന വേദിയാകും. ഗ്രൂപ്പ് സ്റ്റേജ് അതിന്റെ തുടക്കം മാത്രമാണ്. കാത്തിരിക്കാം നമുക്ക് ഈ വലിയ ലോകകപ്പ് കാണാനാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണ്? താഴെ കമന്റ് ബോക്സിൽ പറയുക.